ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എന്നാൽ ഞാൻ കുറച്ച് സോപ്പ് കാണിച്ചു തരാം. ചില വില കുറവ്, 7 എണ്ണത്തിന് 100 രൂപയുള്ളൂ. അത് നമ്മുടെ ഊത് സോപ്പ് നല്ല സ്മെല്ലാണ്. അത് കുളിച്ചാലും അതിൻ്റെ ആ സ്മെല്ല് അങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ മേടിച്ച് കൂട്ടുള്ളൂ. പല ഇതുമായിരിക്കും, പപ്പായയുടെ, ഓറഞ്ച്, മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, അങ്ങനത്തെ പല ഇതിൻ്റെ ആയിരിക്കും. പിന്നെ മുല്ലയൊക്കെ ഉണ്ടായിരുന്നു. മുല്ലെന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോഴേക്കും തോനെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഞാനത് ഒഴിവാക്കി. മുല്ല ഇപ്പോൾ നമ്മൾക്ക് എവിടെയും കിട്ടുമല്ലോ. അപ്പോൾ ഊതിൻ്റെ ഇനി അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴാണ് എനിക്ക് ഊതിൻ്റെ കണ്ടത്. അപ്പോൾ ഊതിൻ്റെ ഞാൻ കുറച്ച് തോനെ മേടിച്ച് കൂട്ടി. എന്ന് വെച്ചാൽ എനിക്ക് ആ ഒന്ന് വട്ടം ഞാൻ തേച്ച് ഉപയോഗിച്ചപ്പോൾ നല്ലത് സ്മെല്ലുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് മേടിച്ചു. പിന്നെ മഞ്ഞൾ, ഓറഞ്ച് അതെല്ലാം മേടിച്ചു. പിന്നെ ഇപ്പോൾ വല്ലപ്പോഴല്ലേ അങ്ങോട്ട് പോകുമ്പോഴല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ മേടിച്ച്. എന്നൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. 4 മാസം കൂടുമ്പോഴേക്കേ പോയിട്ട് വരുന്നുള്ളൂ. അന്നപ്പോൾ കുറച്ച് തോനെ മേടിച്ച് അങ്ങ് പോരും. പിന്നെ ഇതൊക്കെ ഒരെണ്ണം മേടിച്ചിട്ടുള്ളൂ, ഓരോന്ന് വീതം. പിന്നെ എന്താ എണ്ണി നോക്കുക, ഇനിയും എടുക്കുക. അപ്പുറത്ത് ഇനി പാത്രം കഴിക്കുന്ന സോപ്പ്, അതായത് നമ്മൾ ഈ വിറകടുപ്പിൽ ഉപയോഗിക്കത്തില്ലേ, ആ അടുപ്പിൽ ഉപയോഗിക്കുക. അതിൻ്റെ കാലൊക്കെ തേച്ചേക്കുന്ന സോപ്പാണിത്. അത് തേച്ച് കഴിയുമ്പോൾ പാത്രമൊക്കെ നല്ല വെട്ടി തിളങ്ങും, നല്ല രീതിയിൽ വെള്ളം തിളങ്ങിയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സോപ്പ് ഉപയോഗിക്കുന്നത്. അത് 3 എണ്ണത്തിന് 25 രൂപ. അതൊരു 3 എണ്ണം മേടിച്ചു. പിന്നെ അധികം ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും വിറകടുപ്പിൽ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമ്മളെ ഇതിൽ പാത്രം കഴുകുന്ന ബാർ സോപ്പ്, അതായത് ഇത് എക്സോയുടെ സോപ്പ്, അതൊരു ഇങ്ങനത്തെ ഒരു കട്ടയ്ക്ക്, വലുത് കട്ടയ്ക്ക് 20 രൂപയുള്ളൂ. അത് ലാഭമാണ് നമ്മൾ അങ്ങനെ മേടിക്കുന്നത്. മറ്റേതാകുമ്പോൾ 35 രൂപയിൽ പെട്ടെന്ന് അങ്ങ് തീരത്തില്ല. പിന്നെ അതാ ഊതിൻ്റെ സോപ്പാണ് കിടക്കുന്നത് മൊത്തം. അതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ മഞ്ഞൾ കിടക്കുന്നത്, ബാക്കി എല്ലാം ഊതാ കിടക്കുന്നത്. ഇനിയിപ്പം പിന്നെ മേടിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അയ്യോ ഇനി ഉത്സവത്തിന് പോകാണ്ടല്ലോ, അന്നപ്പോൾ മേടിക്കാതിരുന്ന കാര്യം മറന്നുപോയി. എന്തായാലും മേടിച്ചു പോയല്ലോ, അപ്പം ഞാനിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി പ്രാവശ്യം പോകുമ്പോൾ ഒന്നും മേടിക്കത്തില്ല. ഇനിയിപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യണം.